ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നാണെങ്കിൽ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വീഡിയോ എടുത്തു തുടങ്ങിയത്. രാവിലത്തെ പണിയൊക്കെ ഏകദേശം ഫിനിഷാക്കി എന്ന് പറയാൻ വരട്ടെ. നമ്മളിവിടെ എന്റെ പരിപാടി എന്താന്ന് ഇപ്പം പണി അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ടൊക്കെ പോയിട്ടോ. പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ഇനിയും ഒക്കെ ഞാൻ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുക, അത് മാത്രമാണ് ഇനിയുള്ള കർമ്മം. കുഞ്ഞിൻ്റെ അംഗനവാടി പോകേണ്ട ദിവസമാണ്. പക്ഷെ ഞങ്ങൾ അംഗനവാടി പോകുന്നുണ്ടോ കുഞ്ഞാ? ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾ പോകും, ചിലപ്പോൾ ഞങ്ങൾ പോകില്ല എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. എന്തിനാ കരയുന്നത് കച്ചാ? എവിടെ? അവന് വെള്ളത്തിൽ കളിക്കാനാണ് കേട്ടോ. രാവിലെ വെള്ളത്തിൽ കളിക്കണം. അവന് വേറെ പനിയൊന്നുമില്ല. തെക്കനങ്ങ് വെള്ളത്തിൽ കളിച്ചാൻ ആവേശം. ഇന്നൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് മൈ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ അമ്മ പറ. എന്റെ മോള് രാവിലെ എനിക്ക് വിഷൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അമ്പലത്തിലൊന്നും പോയില്ല. നാളെ തന്നെ പോകണമെന്ന് വിചാരിച്ചു. നാളിലൊന്നും പോയില്ല. പിന്നെ ഇന്ന് നോക്കട്ടെ, ചിലപ്പോൾ പോകട്ടോ. വൈകുന്നേരം ചിലപ്പോൾ പറ്റുമെങ്കിൽ പോകണം എന്ന് കരുതുന്നു. പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ഇറങ്ങാൻ പറ്റുമെങ്കിൽ. ജോലിക്ക് പോകുന്നതുകൊണ്ട് ആ നടക്കാത്തത്. നക്ഷത്രത്തിനന്ന് പോകാഞ്ഞത്. അതുപോലെ തന്നെ ജോലിക്ക് പോകണമല്ലോ രാവിലെ. അപ്പോൾ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ ഞായറാഴ്ച വേണം പോകാമെന്നൊക്കെ കരുതിയിരിക്കുന്നു. അതാകുമ്പം കുറച്ച് ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാം. ജോലിക്ക് പോകുന്ന ദിവസമൊക്കെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ധൃതി പിടിച്ച് ചാടി തിരക്ക് പിടിച്ച് തിരിച്ചു വരേണ്ടി വരുമല്ലോ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ നിൽക്കണ്ടേ. അതുകൊണ്ട് നോക്കട്ടെ പറ്റുമെങ്കിൽ. പിന്നെന്ന് പറയും, നമ്മൾ ബർത്ത്ഡേ അങ്ങനെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. പണ്ട് മുതലേ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. കുഞ്ഞിലെ മുതലേ അങ്ങനെ ബർത്ത്ഡേ പിറന്നാളായതുകൊണ്ട് വല്ലാത്ത സെലിബ്രേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ, കല്യാണം കഴിഞ്ഞ് 2 മാസം ആയപ്പോഴത്തേനും 2 മാസം ആയപ്പോഴത്തേനും എൻ്റെ ബർത്ത്ഡേ ആയിട്ടോ. അപ്പം പിന്നെ അവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ. ഞാനാണെങ്കിൽ ഇന്നത്തെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചെറിയൊരു ബ്ലോഗായിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഞങ്ങൾ 3 പേരോടെ കഴിക്കാൻ പോകണ്ടേ. ഇത് ഒറ്റയ്ക്ക് എനിക്ക് കഴിക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ ഒന്നിച്ച് കഴിക്കാനുള്ളതാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ചമ്മന്തിയാണ് കേട്ടോ ഇത്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്മ ചമ്മന്തി അരയ്ക്കുന്നത്. എൻ്റെ വീട്ടിലമ്മ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അപ്പം വെക്കുമ്പോൾ ഞാൻ കറി വെക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് ഏട്ടന് ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് വലിയ പ്രിയമൊന്നുമല്ല ഇത്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. എന്തിനാ പാപ്പ വേണോ? ഹായ് പറ. ഞങ്ങൾ ഡോണറ്റാണ് കേട്ടോ കഴിക്കുന്നത്. പോലും ഇന്നലെ രാത്രി ഞങ്ങൾ ഡോണറ്റായിരുന്നു. ബർത്ത്ഡേക്ക് കുറച്ച് സാധനം കേട്ടോ ഡോണറ്റ്. ചോക്ലേറ്റ് മാത്രം കളിച്ച് നിന്നിട്ട് എനിക്ക് ഭംഗിയായിരുന്നു. യഥാർത്ഥത്തിൽ ഡോണറ്റാന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഡോണറ്റ് എല്ലാം തോന്നും കേട്ടോ. യഥാർത്ഥത്തിൽ ഡോണറ്റല്ല, ഒരു സോഫ്റ്റ്നെസ് ഇല്ല. കൊള്ളാമോ? സൂപ്പറാണോ? എന്താടാ എന്താ ആ ചേച്ചി തിന്നിട്ട് എല്ലാത്തിനും അടിയാണ് കേട്ടോ. 2 എണ്ണം കൂടെ ഭയങ്കര അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, അടിച്ചു ചേർക്കും എന്തേലും ഉണ്ടെങ്കിൽ. ബാക്കി പാലെടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. അടുക്കളയിലെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, അതേ ഉള്ളൂ. ബാക്കി പണികളെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഗുഡ്. ഇനിയിപ്പം ആ പാത്രമാണ് കഴുകി വെക്കട്ടെ. അതുകൂടെ കഴിഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ ഒഴുകിയായി വീട് പറയുകയായി. ഓക്കെ. ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. സാമ്പാറും ചമ്മന്തിയും തോരനും
അച്ചാറും പുളിയാണ് കേട്ടോ ഉള്ളത്. ഇത് മറ്റേ അരിനെല്ലിക്കാണ് കേട്ടോ. ഏട്ടൻ വന്നപ്പം കൊണ്ടുവന്നേ. അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ പിള്ളേർക്ക് കൊടുത്തില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിക്കണം. ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഊണ് ഞങ്ങൾ മുട്ടായിനാണ് നോക്കിയാൽ മുട്ടായി മഞ്ച്. ഞാനാണെങ്കിൽ ഒരുങ്ങിയിരിക്കുന്ന എന്താണോ ലൈവ് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ണൊക്കെ എഴുതുകയാണ്. ഇപ്പം തരാൻ ദിവസം തരും. അപ്പോൾ കണ്ണൊക്കെ എഴുതിയതാണ് കേട്ടോ. ഇല്ലാതെ വീട്ടിൽ നിന്നപ്പം ഒരുങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ മുട്ടായിയാണ് കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിക്കട്ടെ അല്ലേ? നീ എന്തെടുക്കാൻ പോവാ? മുട്ടായി കഴിച്ചിട്ട് അതെ ഉറങ്ങാൻ പോവുകയാണ് കഴിച്ചിട്ട്. അപ്പോൾ ഉണ്ട് എൻ്റെ ഒരു ഉറക്കാണ് കേട്ടോ. ഉറങ്ങിപ്പോയി കഴിച്ച് എൻ്റെ പേര് ഉറങ്ങിപ്പോയി. വൈകുന്നേരം ഒരു 5:45-6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തന്നെയാണ് കേട്ടോ പോവാറ്. ഇതെൻ്റെ ബ്ലോഗിനകത്ത് കുറേ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുള്ള അമ്പലം തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് അടുത്തായതുകൊണ്ട് അവിടെ പോയി ജസ്റ്റ് തൊഴുതിട്ട് വരാമെന്ന് നടക്ക്. എടുക്കുന്ന എല്ലാ പ്രാവശ്യം നമ്മൾ ഓരോരുത്തരുടെ ജീവിതം കണ്ടിട്ടും വിചാരിക്കും അവരെന്തൊരു സന്തുഷ്ടരാണെന്നൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ട് ഒരിക്കൽ പോലും സമാധാനത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ സംഭവം നമുക്കുണ്ടായിട്ടില്ല കേട്ടോ. എന്തെങ്കിലും ഒരിക്കൽ അതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വരും എന്നുള്ള ധൈര്യത്തോടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും അമ്പലത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതെല്ലാം ദൈവം നേരത്തെ തന്നെ തീരുമാനിച്ചെടുത്തിട്ട് നമുക്ക് വിധിച്ചത് തന്നെയാണെന്നല്ലേ പറയാം. നമുക്ക് വിധിച്ചതേ വരൂ എന്നല്ലേ പറയാം. അതുപോലെ തന്നെ നമുക്ക് വിധിക്കുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിത്തരും എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? എപ്പോഴും ഓരോരുത്തരുടെ ജീവിതം ഒരേപോലെ ഒരേ ദിശയിൽ തന്നെ ഒഴുകൂലല്ലോ. ചിലപ്പം കയറ്റവും ചിലപ്പോൾ ഇറക്കവും ഉണ്ടാവും. തുടർച്ചയായി ഇറക്കം വരുമ്പോഴാണ് നമുക്ക് കുറച്ച് പരാതിയും പരിഭവങ്ങളൊക്കെ കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല കേട്ടോ, നമ്മുടെ കേസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും നമുക്ക് ഉയർച്ചകൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിങ്ങനെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ഇട്ട് അതുപോലെ ലൈവൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ ലൈവിലൊക്കെ കുറേ ആളുകൾ വരുമല്ലോ. എല്ലാം പാവപ്പെട്ടവർ മാത്രമല്ല വരുന്നത്, അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് നിൽക്കുന്നവരൊക്കെ വരാറുണ്ടല്ലോ. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് പലതരമാണ്. നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ആയിരിക്കും പ്രശ്നം വരിക. ഇപ്പം എല്ലാ മനുഷ്യർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റക്കുറിച്ചുകൾ അവർക്ക് നമുക്ക് എന്ത് ചെറിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് വലിയതാണല്ലോ. അപ്പോൾ അവരവർക്ക് വരുമ്പോൾ അവരവർക്ക് വലുതാണ്, മറ്റുള്ളവരെ കാണുമ്പോൾ അത് ചെറുതാണ്. അല്ലെങ്കിൽ ചിലവരെ കാണുമ്പോൾ നമുക്ക് തോന്നാവോ നമ്മുടെയൊക്കെ പ്രശ്നം എന്ത് ചെറുതാണ് അവരെ അപേക്ഷിച്ചതെന്ന് തോന്നാം. അതൊക്കെ ഓരോ സാഹചര്യമൊക്കെ അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നേരെ വീട് പിടിക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ ലക്ഷ്യമായിട്ടുള്ളത്. ആ ഗ്രൗണ്ട് ഉണ്ട്, വലിയ ഗ്രൗണ്ടാണ്. അവിടെയാണ് പിള്ളേർ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കാറുണ്ട് അവിടെ. അപ്പോൾ ഇപ്പം സന്ധ്യ ഒരുപാട് 6 മണിയൊക്കെ കഴിഞ്ഞ് 6:15 ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എളുപ്പം നേരെ അതാണ് കേട്ടോ. കൈയൊക്കെ വിട്ടിട്ട് ആർക്കും രാത്രിയൊന്നും കൊടുക്കരുത്. ലേസ് കഴിക്കുന്നു ഗൈസ് അല്ലേ? അതെന്താ ഈ കാശി എങ്ങോട്ടാ ഇരിക്കുന്നേ? നേരെ ഇരിക്കുമോനെ, വീഴാതെ. കഴിച്ചോ? കപ്പ ചിപ്സ് കഴിക്കാൻ പോകുന്നു ഗൈസ്. ബായേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കപ്പ ചിപ്സ്. ഓ കപ്പയല്ല, ചക്ക വറുത്തത്. നമ്മളപ്പോൾ അത് കഴിക്കട്ടെ. ഇപ്പം ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. സന്തോഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഉള്ളത്. ഈ ചെറിയ സന്തോഷങ്ങൾ പോലും കണ്ടിട്ട് സ്വാർത്ഥരാകുന്ന കുറെ മനുഷ്യരുണ്ട്. അവരുടെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നാലും എല്ലാവർക്കും സന്തോഷവും സുഖവും ഐശ്വര്യവും എല്ലാം വരുത്തട്ടെ ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.